നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 403 403. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 403. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാം അധ്യായം ശ്ലോകം 1. മൈത്രേയ ഉവാച. ജനേഷു പ്രഗൃണോത്സവം പൃഥുല വിക്രമം തത്രോപജഗ്മുർമുനയശ്ചത്വാര സൂര്യവർച്ചസ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ, മഹത്തായ പരാക്രമത്തോടുകൂടിയ പൃഥുവിനെ ജനങ്ങൾ ഇപ്രകാരം സ്തുതിക്കുമ്പോൾ സൂര്യനെ പോലെ പ്രകാശത്തോടുകൂടിയ 4 മുനിമാർ അവിടെ ഉപഗമിച്ചു, അവിടെ എത്തിച്ചേർന്നു. അവരാണ് സനത്കുമാരന്മാർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാവാർത്ഥം പറയണോ? അതിന് ഒരു 22-ാം അധ്യായത്തിൻ്റെ ഒരു പ്രിയാമ്പിൾ പറഞ്ഞിട്ടാണ് ബാക്കി ഭാഗം. ശ്രീ ഭഗവാൻ തന്നെ പൃഥുവിൻ്റെ തത്വജ്ഞാനത്തെ സംക്ഷേപമായിട്ട് ഉപദേശിച്ചിരുന്നു. സംക്ഷേപമായിട്ട് ചുരുക്കിയിട്ട്. എങ്കിലും ഭഗവത് ആജ്ഞാനുസരണം എല്ലാം ഭഗവത് ആജ്ഞയോട് കൂടിയിട്ട് നടക്കുള്ളൂ. നമ്മുടെ ഹിതത്തിനല്ല നടക്കുക. ഭൂമി പരിപാലനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അത് പ്രബലപ്പെടാതിരുന്നു. അത് പ്രബലമായില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത്രയ്ക്ക് ഏറ്റിട്ടില്ല. അന്ന് ഏറ്റമാതിരി ആവണം. ഇപ്പോൾ രാജധർമ്മത്തെയും പ്രജാധർമ്മത്തെയും അനുഷ്ഠാന രൂപേണ ലോകത്തിൽ നിലനിർത്തിയതിനാൽ അവതാര പ്രയോജനം സിദ്ധമായി. ഭഗവത് ഭക്തനായ പൃഥുവിന് പുനരഭി തത്വോപദേശം ചെയ്യുവാനായിട്ട് ഭഗവത് പ്രേരിതന്മാരായ സനകാദികൾ പ്രത്യക്ഷമായതിനെയും അവരിൽ നിന്ന് ലഭിച്ച പരമജ്ഞാനത്തെയും ഈ 22-ാം അധ്യായത്തിൽ നിരൂപിക്കുന്നു എന്നാണ് മൈത്രേയർ പറഞ്ഞു. ഇന്ദ്രിയങ്ങളെ അടക്കി ഭഗവത് ഭക്തിയോടുകൂടെ സ്വധർമ്മത്തെ അനുഷ്ഠിപ്പാനും പ്രജകളെ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സംരക്ഷിപ്പാനും മതിയായ പരാക്രമത്തോടുകൂടിയ പൃഥുചക്രവർത്തിയെ പ്രജകൾ മുൻ വിവരിച്ച രീതിയിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യനെ പോലെ തേജോമയന്മാരായ സനകാദികൾ 4 പേർ അവിടെ എത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പറയണു, 2-ാമത്തെ ശ്ലോകം പറയണു. താംസ്തു സിദ്ധേശ്വരാൻ രാജാ വ്യോംനോ അവതരതോ അർച്ചിഷ ലോകാനപാപാൻ കുറുവത്യാസാനുഗോ അചഷ്ടലക്ഷിതാൻ. ഇതാണ് പദ്യം ശ്ലോകം. ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരും ലോകങ്ങളെ പാപരഹിതങ്ങളാക്കിയിട്ട് ചെയ്യുന്ന കാന്തി കൊണ്ട് അറിയപ്പെട്ടവരും സിദ്ധന്മാരാൽ ശ്രേഷ്ഠന്മാരുമായ അവരെ പരിവാരസഹിതനായ രാജാവ് കണ്ടു. അതിൻ്റെ ഭാവാർത്ഥം പറയണു. സ്വതേജസ് കൊണ്ട് തന്നെ ലോകങ്ങളുടെ പാപങ്ങളാകുന്ന അന്ധകാരത്തെ ദൂരീകരിക്കുന്ന അവരുടെ അസാധാരണ മഹിമയെ കണ്ടിട്ട് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സിദ്ധേശ്വരന്മാർ സനകാദികളാണെന്ന് രാജാവും കൂടെയുള്ളവരും നിശ്ചയിച്ചു. 3. തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിൽ സുരിവോദ്ധിത സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേഷോ ഗുണാനിവാം. അവരുടെ ദർശന നിമിത്തം ഉത്ഗമിച്ചിരിക്കുന്ന പ്രാണങ്ങളെ ശ്രേഷ്ഠമായ രീതിയിൽ ആദാനം ചെയ്യുവാൻ ഇച്ഛയുള്ളവനോ എന്ന് തോന്നുമാറ്
സദസ്സിലുള്ളവരോടും അനുചരന്മാരോടും കൂടിയ പൃഥു മനസ്സ് ഗുണങ്ങളെക്കുറിച്ചെന്ന പോലെ എഴുന്നേറ്റു. അവരെ ബഹുമാനിച്ച് എണീറ്റു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: അവരെ കണ്ട ശേഷം രാജാവ് ചെയ്ത സൽക്കാരത്തെ വിവരിക്കുന്നു. വൃദ്ധന്മാരെ കണ്ട ഉടനെ യുവാക്കന്മാരുടെ പ്രാണൻ ആ വൃദ്ധന്മാരുടെ അരികത്തേക്ക് പോകുന്നുവെന്നും അതിനാൽ ചെറുപ്പക്കാർ വൃദ്ധന്മാരെ കണ്ട മാത്രത്തിൽ എതിരേറ്റു ഗമിച്ചു. അവരെ സൽക്കരിച്ചാൽ മാത്രമേ പ്രാണൻ സ്വസ്ഥാനാകുള്ളൂവെന്നും സ്മൃതിയിൽ കാണുന്നതിനെ അനുസരിച്ച് സിദ്ധേശ്വരന്മാരുടെ ദർശനം നിമിത്തം അവരുടെ സന്നിധാനത്തിലേക്ക് ഉത്ഗമിച്ച സ്വപ്രാണങ്ങളെ വീണ്ടെടുക്കുവാനുള്ള താല്പര്യം നിമിത്തമോ എന്ന് തോന്നുമാറ് മന്ത്രിമാരോടും അകമ്പടിക്കാരോടും കൂടെ രാജാവ് ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായ മനസ്സ് ശബ്ദാദി വിഷയങ്ങളുടെ നേരെ പ്രവേശിക്കുന്നത് പോലെ എഴുന്നേറ്റ് എതിരേറ്റ് ഗമിച്ചു. എത്ര വലിയൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണത് എന്ന് ചോദിച്ചാൽ എവിടെയും ഫുൾ സ്റ്റോപ്പില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ഇനി ഒരു പ്രമാണം പറയാണ്: ഊർധ്വം പ്രാണാഹുത്ക്രമാന്തി യൂനസ്ത്യവിരാഗതേ പ്രത്യുദ്ധാനഭിവാദ്യാഭ്യാം പുനസ്താൻ പ്രതിപദ്യതേ. എന്താണർത്ഥം പറയാ? വൃദ്ധൻ ആഗതനാകുമ്പോൾ യുവാവിൻ്റെ പ്രാണങ്ങൾ അവരുടെ തേജസ്സിനാൽ, വൃദ്ധന്മാരുടെ തേജസ്സിനാൽ ആക്ഷിപ്തങ്ങളായിട്ട് അവരെക്കുറിച്ച് ഉത്ഗമിക്കുന്നു. അവരെ എതിരേറ്റ് സ്വീകരിച്ചിരുത്തി സൽക്കരിക്കുന്നത് കൊണ്ട് ഉത്ഗതങ്ങളായ സ്വപ്രാണങ്ങളെ വീണ്ടും പ്രാപിക്കുന്നു എന്നാണ് മുകളിൽ കാണിച്ച സ്മൃതിയുടെ സാരം. ഇതൊക്കെ ഇന്നത്തെ യുവജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രൊഫഷയിലെ 4ാമത്തെ ശ്ലോകം: ഗൗരവാദ്യന്ത്രിത സഭ്യ പ്രശ്രയാനതഗന്ധര വിധിവൽ പൂജയാം ചക്രേ ഗൃഹീതാധ്യർഹണാസനാൻ. അതായത് ഗൗരവം ഹേതുവായിട്ട് അവർക്ക് അധീനനും, ആർക്ക്? വൃദ്ധന്മാർക്ക് അധീനനും സഭയ്ക്ക് യോഗ്യനും പ്രശ്രയത്താൽ അവനമിച്ച ശിരസ്സോടുകൂടിയവനുമായിട്ട് പൂജാദ്രവ്യങ്ങളെയും ആസനങ്ങളെയും സ്വീകരിച്ചവരെ വിധിപ്രകാരം പൂജിച്ചു. ആരെ? ചക്രവർത്തി. അതിൻ്റെ ഭാവാർത്ഥാണ് ഈ പറഞ്ഞത്: അവരെക്കുറിച്ചുള്ള ഭക്തി നിമിത്തം അവർക്ക് അധീനനായി ഭവിച്ചവനും സദാചാരങ്ങളെ നന്നായി അറിയുന്നവനുമായ രാജാവ് അവരിൽ തനിക്കുള്ള വിനയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് തല താഴ്ത്തി നമസ്കരിക്കുകയും പൂജാദ്രവ്യങ്ങളെയും ആസനങ്ങളെയും, അതായത് പീഠങ്ങളെന്നർത്ഥം, ആസനങ്ങളെയും സമർപ്പിക്കുകയും ചെയ്തതിനെ സ്വീകരിച്ച ആ മുനിമാരെ വിധിപ്രകാരം സൽക്കരിച്ചു. 5ാമത്തെ ശ്ലോകം: തത്പാദശൗചസലിലേർമാർജിതാളകബന്ധന തത്ര ശീലവതാം വൃത്തം ആചരൻ മാനയന്യവാം. അതായത് അവരുടെ പാദക്ഷാളനം, കാല് കഴിക്കൽ ചെയ്ത ജലങ്ങളെ കൊണ്ട് മാർജിച്ച കേശബന്ധത്തോടു കൂടിയവനായിട്ട്, അതായത് ആ പുണ്യതീർത്ഥം സ്വന്തം തലയിൽ തളിച്ചു അദ്ദേഹം. എന്നിട്ട് അവിടെ സൽസ്വഭാവികളുടെ ആചാരത്തെ മാനിക്കുന്നവനായിട്ട് തന്നെ ആചരിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്: ഇരിക്കുന്ന അവരുടെ പാദങ്ങളെ താൻ തന്നെ ജലം കൊണ്ട് ക്ഷാളനം ചെയ്തു. ഭൃത്യന്മാരെ കൊണ്ടല്ല, അവരവർ ചെയ്യണം. ആ പാദതീർത്ഥങ്ങളെ തൻ്റെ ശിരസിൽ ധരിച്ച സദാചാരങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആ സദസ്സിൽ രാജാവ് സാധു സൽക്കാരം ചെയ്തു. സാത്വിക ഗുണനിധികളെ വെൽക്കം ചെയ്തു എന്നർത്ഥം. 6ാമത്തെ ശ്ലോകം: ഹാടകാസന ആസീനാൻ സ്വദിഷ്ണ്യേഷിവഭഗാൻ ശ്രദ്ധാ സംയമ സംയുക്ത പ്രീതപ്രാഹ ഭവാഗ്രജാൻ. എന്താണ്ടായത്? സ്വസ്ഥാനങ്ങളിൽ അഗ്നികളെന്ന പോലെ സ്വർണപീഠത്തിൽ സ്ഥിതന്മാരും പരമശിവനേക്കാൾ മുമ്പിൽ ജനിച്ചവരുമായ. എന്താ അങ്ങനെ പറയാൻ കാരണം? പരമശിവൻ ബ്രഹ്മാവിൻ്റെ എന്താണെന്നാ പറയുക, പിന്നെ ഈ പുരിക മധ്യത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് ആര് ജനിച്ചിട്ടുണ്ട്?
സനൽകുമാരാദികൾ. അപ്പോൾ പരമശിവനേക്കാൾ മുമ്പിൽ ജനിച്ചവരുമായ അവരോട് ശ്രദ്ധയോടും അടുക്കത്തോടും കൂടിയവനും സന്തുഷ്ടനുമായിട്ട് പറഞ്ഞു എന്നാ. എന്താ പറഞ്ഞത് എന്നുള്ളതൊക്കെ വരും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞോ. വേദികളിൽ ഉജ്ജ്വലിക്കുന്ന അഗ്നികളെന്ന പോലെ സ്വർണപീഠങ്ങളിൽ തേജോമയന്മാരായിരിക്കുന്ന അവർ പരമേശ്വരനേക്കാൾ മുമ്പിൽ ജനിച്ച മഹാഭൂജന്മാരായതുകൊണ്ട് അവരിൽ തനിക്കുള്ള വിശ്വാസത്തെയും അതിനെ അനുസരിച്ചുള്ള വിനയത്തെയും അവരുടെ ആഗമന നിമിത്തമുണ്ടായ സന്തോഷത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു. പൃഥുരുവാച, പൃഥു എന്തു പറഞ്ഞു എന്നാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അഹോ ആചരിതം കിമ്മേ മംഗളം മംഗളായന യസ്യവോ ദർശനം ഹ്യാസി ദുർദർശാനാം ച യോഗിഭി. അതായത് മംഗളങ്ങളുടെ സ്ഥാനഭൂതന്മാരെ, അതായത് ഐശ്വര്യത്തിൻ്റെ അർത്ഥം. എന്നാൽ എന്തൊരു സൽക്കർമ്മം ആചരിക്കപ്പെട്ടുവോ ആശ്ചര്യം, യാതൊരുവന് യോഗികളാലും കാണാൻ സാധിക്കാത്തതായ നിങ്ങളുടെ ദർശനം ഉണ്ടായിന്ന. ഞാൻ ഇത്രയ്ക്കൊന്നും കൊടുത്തു വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പക്ഷെ ഭഗവാൻ നേരിട്ടിട്ട് ഉത്സാഹം കാണിച്ചിട്ടാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കഥ വായിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അപ്പം ഇങ്ങനെ ദുർലഭമായ സന്യാസിവാര്യന്മാരുടെ സംവാദം അറ്റ്ലീസ്റ്റ് ആഖ്യാന രൂപത്തിലെങ്കിലും നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈശ്വര കടാക്ഷം ഒന്നുകൊണ്ടാണ്. എല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു, അതെ, രാജാവ് പറഞ്ഞ വചനത്തെ ഇതു മുതൽക്കുള്ള 10 പദ്യങ്ങളിൽ കാണിക്കുന്നു. സർവ അശുഭങ്ങളെ നശിപ്പിക്കുകയും സർവ അശുഭങ്ങളെ നശിപ്പിക്കുകയും മംഗളങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യുവാൻ സമർത്ഥന്മാരായ മഹാനുഭവന്മാരെ ഞാൻ ഏതൊരു വിധമായ ഈശ്വരാരാധന ചെയ്തിരുന്നുവോ എന്ന് നിശ്ചയിപ്പാൻ എനിക്ക് സാധിക്കുന്നില്ല. മഹാ ആശ്ചര്യം. എന്തുകൊണ്ടെന്നാൽ യോഗികൾക്ക് കൂടെ സിദ്ധിപ്പാൻ കഴിയാത്തതായ നിങ്ങളുടെ ദർശനം എനിക്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ. അലഭ്യലാഭം നിമിത്തം ജന്മാന്തരത്തിൽ മഹത്തായ പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അനുമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. 8ാമത്തെ ശ്ലോകം. കിം തസ്യ ദുർലഭതരം ഇഹലോകേ പരത്രച യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗാ. യാതൊരുവൻ്റെ നേരെ ബ്രാഹ്മണരും ശിവനും വിഷ്ണുവും അനുഗാമികളോടുകൂടെ പ്രസാദിക്കുന്നുവോ അവന് ഈ ലോകത്തിലും പരലോകത്തിലും ദുർലഭം ലഭിപ്പാൻ സാധിക്കാത്തത് എന്തിരിക്കുന്നു? എല്ലാം സാധിക്കുന്ന പറയുന്നത്. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറയാൻ പോണത്. എന്താ? നിങ്ങളെപ്പോലെയുള്ള ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരും ശ്രീ ശിവനും ശ്രീ വിഷ്ണുവും ഏതൊരുവനിൽ അവരുടെ ആൾക്കാരോടുകൂടി പ്രസാദിക്കുന്നുവോ അവന് ഇഹത്തിലും പരത്തിലും ലഭിക്കാത്തതായ ശ്രേയസ് എന്തിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പ്രസാദം നിമിത്തം ഞാൻ കൃതാർത്ഥനായെന്ന് സാരം. 9ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ന ഏവ ലക്ഷയതേ ലോകോ ലോകാൻ പര്യടതോ അഭിയാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേ അസ്യ ഹേതവ. അതായത് ലോകങ്ങളിൽ 4 ഭാഗത്തും സഞ്ചരിക്കുന്നുവെങ്കിലും യാതൊരുത്തരെ ലോകം കാണുന്നില്ല തന്നെ. ഏതുപോലെ എന്നാൽ സർവത്തെയും ദർശിക്കുന്ന ആത്മാവിനെ ഇതിൻ്റെ കാരണഭൂതന്മാരായ യാതൊരുത്തരോ അവരാരും കാണുന്നില്ല എന്നാ. ശരിയല്ലേ? ആര് കൊടുത്തു വെച്ചിട്ടുണ്ടോ അവർ കാണും, അല്ലാണ്ട് എനിക്കൊന്നും പറയില്ല. അപ്പം അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? എല്ലാ പേർക്കും പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കുവാനുള്ള കാരുണ്യത്തോടു കൂടെ ലോകത്തിൽ എങ്ങും സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും അത്രത്തോളം പ്രഭാവം നിങ്ങൾക്കുണ്ടെന്ന് ലോകവാസികൾ എല്ലാ പേരും അറിയുന്നില്ല എന്നാണ്. ഈ സനൽകുമാരന്മാരുടെ വൈഭവം അറിയാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്.
അപ്പോൾ പറഞ്ഞു ഏതുപോലെ എന്നാൽ ലോകത്തിലുള്ള സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ. ശ്രദ്ധിക്കണം, ഏതുപോലെ എന്നാൽ ലോകത്തിലുള്ള സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ ഈ ലോകത്തിൻ്റെ സൃഷ്ട്യാദികൾക്ക് കൂടെ കാരണഭൂതന്മാരായ ബ്രഹ്മവാദികൾ കൂടെ പരമാർത്ഥം അറിയുന്നില്ല. അതുപോലെ ദുർദശന്മാരാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ദർശനം ഭാഗ്യത്താൽ ലഭിച്ചുവെന്ന് താല്പര്യം. അവിടെയാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത് കിടക്കുന്നത്. ഇനി 10. അധന അഭിതേ ധന്യ സാധവോ ഗൃഹമേദിന യദ്ഗൃഹാഹ്യഹർവര്യാം അംബു തൃണഭൂമീശ്വരാ വരാം. യാതൊരുവരുടെ ഗ്രഹങ്ങൾ, ആരാരുടെ ഗ്രഹങ്ങൾ അർഹന്മാരാൽ വരിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ ജനം, തൃണം ഭൂമി ഈശ്വരൻ അവരന്മാർ, അതായത് ഭൃത്യന്മാർ മുതലായവരോട് കൂടിയിരിക്കുന്നുവോ, സാധുക്കളും ഗൃഹസ്ഥാശ്രമങ്ങളുമായ അവർ ധനമില്ലാത്തവരാണെങ്കിലും കൃതാർത്ഥന്മാരാകുന്നു. പൈസ അല്ല കാര്യം, സമ്പത്ത്, ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് തന്നെ പറയണം. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത് എങ്ങനെ? ഏതൊരുത്തരുടെ ഗൃഹങ്ങളിൽ പൂജ്യന്മാർ പ്രവേശിക്കുകയും അവരുടെ ജലത്തെ പാദക്ഷാളനത്തിനും തൃണം കൊണ്ടുണ്ടാക്കിയുള്ള ആസനത്തെ ഇരിപ്പാനും ആ ഗൃഹനിലയെ സ്പർശിപ്പാനും ആ ഗൃഹത്തിലെ ഉടമസ്ഥനോടും ഭൃത്യന്മാരോടും സംഭാഷണാദികൾ ചെയ്യുവാനും ഇടവരുന്നുവോ, ആ ഗൃഹസ്ഥാശ്രമികൾ ധനഹീനന്മാരാണെങ്കിലും സാധുക്കളും ധന്യന്മാരുമായി ഭവിക്കുന്നു. മഹാന്മാരുടെ ആഗമനവും സൽക്കാരവും ഗൃഹസ്ഥാശ്രമികളുടെ സർവദോഷങ്ങളെയും തീർത്ത് അവരെ പരിശുദ്ധന്മാരാക്കുന്നുവെന്ന് സാരം. 11ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. വ്യാളാലയദ്രുമാവൈതേ അപ്യരിക്താഖില സമ്പദ യദ്ഗൃഹാസ്തീർത്ഥപാദീയ പാദതീർത്ഥവിവർജിതാഃ. അതായത് യാതൊരുത്തരുടെ ഗൃഹങ്ങൾ തീർത്ഥപാദീയ പദാർത്ഥ തീർത്ഥം പാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഭഗവാൻ സാമ്പന്തികളുടെ പാദതീർത്ഥങ്ങളോട് കൂടാതിരിക്കുന്നവയോ, ഇവ അരിക്താഖില സമ്പദ അഖില സമ്പത്തുകൾ നിശ്ചയിച്ചവരാണെങ്കിലും വ്യാളാലയ ദ്രുമ സർപ്പങ്ങൾക്കിരിപ്പിടങ്ങളായ വൃക്ഷങ്ങൾ തന്നെ. മനസ്സിലായിണ്ടാവില്ല. അപ്പോൾ അത് ഭാവാർത്ഥം വായിക്കണം. ഇതിൻ്റെ ടെക്നിക്കാലിറ്റി എങ്ങനെയാണ്? യാതൊരു ഭഗവാന്റെ പാദസ്പർശം നിമിത്തം ഗംഗാനദിക്ക് സകല പാപങ്ങളെയും തീർക്കുവാനുള്ള വൈഭവം ലഭിച്ചിരിക്കുന്നു. ആ തീർത്ഥപാദനായ ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള മഹാന്മാരുടെ പാദക്ഷാളനം ചെയ്ത തീർത്ഥങ്ങളുടെ സ്പർശനം ലഭിക്കാതിരിക്കുന്നവരുടെ ഗൃഹങ്ങളിൽ സർവങ്ങളായ വൃക്ഷങ്ങളെന്ന പോലെ അവ ഭയങ്കരങ്ങളാകുന്നു എന്ന് പറഞ്ഞു. ഇനി 12ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. സ്വാഗതം ബോധുജ ശ്രേഷ്ഠായൽ വ്രതാനി മുമുക്ഷവ ചരന്തി ശ്രദ്ധയാധീരാ ബാലായേവ ബൃഹന്തി വൈ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ്? ബ്രാഹ്മണോത്തമന്മാരെ, നിങ്ങളുടെ ആഗമനം ശോഭനം. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും മോക്ഷത്തിൽ ഇന്ദ്രിയമുള്ളവരുമായിട്ട് ശ്രദ്ധയോടുകൂടെ ബൃഹന്തിവാദാനി മഹത്തുക്കളായ വ്രതങ്ങളെ അനുഷ്ഠിച്ചും കൊണ്ട് തന്നെ വരണു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. അതെന്താ? ഹേ ബ്രാഹ്മണോത്തമന്മാരെ, യാതൊന്നു ഹേതുവായിട്ട് നിങ്ങൾ ബാല്യം മുതൽക്കു തന്നെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും മോക്ഷത്തിനായി കാക്ഷിക്കുന്നവരുമായിട്ട് നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കുന്നുവോ,
ആ നിങ്ങളുടെ ആഗമനം ഏറ്റവും മംഗളകരമായിരിക്കുന്നു. അതിനാൽ ഞാൻ നിഷ്പാപനം കൃതാർത്ഥനുമായെന്ന് സാരം. ഇനി അടുത്ത ശ്ലോകം 13. എന്താ പറഞ്ഞത്? കശ്ചിന്ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപയേതസ്മിൻ പതിതാനാം സ്വകർമ്മഭി. നാഥന്മാരെ, ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളെ പുരുഷാർത്ഥങ്ങളായിട്ട് അറിയുന്നവരും സ്വകർമ്മഭി, സ്വകർമ്മങ്ങൾ നിമിത്തം സങ്കടങ്ങളെ ഉത്ഭവസ്ഥാനത്തിൽ ഉത്ഭവസ്ഥാനമായിരിക്കുന്ന ഇതിൽ വീണിരിക്കുന്നവരുമായ ഞങ്ങൾ അസ്ഥി കുശലമുണ്ടോ? അതായത് ഈ സഞ്ചയനം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതാണ് അവിടെ അത്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഹേ നാഥന്മാരെ, ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ ദുഃഖിക്കുന്ന ശബ്ദാദി വിഷയങ്ങളുടെ ലാഭം തന്നെ പുരുഷാർത്ഥപ്രാപ്തി എന്ന് വിചാരിച്ചിരുന്ന മൂഢന്മാരും ജന്മാന്തര കർമ്മങ്ങളുടെ പ്രാബല്യം നിമിത്തം പഞ്ചക്ലേശങ്ങളുടെ ഉത്ഭവസ്ഥാനമായിരിക്കുന്ന ഈ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുമായ ഞങ്ങൾക്ക് കുശലം എന്നതുണ്ടോ? കുശലം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി 14 ശ്ലോക. അതെന്താ? ഭവൽസു കുശല പ്രശ്ന ആത്മാരാമേഷു നേഷ്യതേ കുശലാകുശലോ യത്ര ന സന്ധി മതിർവൃത്തയാം. എന്താ അതിനർത്ഥം പറയാം? വാക്കാർത്ഥം ആദ്യം പറയൂലോ. ആത്മാവിൽ എപ്പോഴും രമിക്കുന്ന ഭവാന്മാരിൽ കുശലപ്രശ്നം കഴിഞ്ഞ ഉടനെ കുശലമോ എന്ന ചോദ്യം യുക്തമല്ല. യാതൊരുവരിൽ കുശലങ്ങളും അകുശലങ്ങളും എന്ന ഭാവത്തിലുള്ള മനോവികാരങ്ങൾ ഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. വന്നിരിക്കുന്നവരോട് കുശലമോ എന്ന ചോദ്യം ലോകത്തിൽ മര്യാദയായിരിക്കുന്ന ആ വിധം ചെയ്യാതെ തനിക്ക് സുഖമില്ലെന്നുള്ള നിവേദനം യുക്തമല്ലല്ലോ എന്നുള്ള ആക്ഷേപത്തെ പരിഹരിക്കുന്നു. ആത്മാനന്ദത്തിന് അവനരതം മുഴുകിക്കിടക്കുന്ന നിങ്ങളോട് കുശലമോ എന്നുള്ള ചോദ്യം യുക്തമല്ല. എന്തുകൊണ്ടെന്നാൽ കുശലം അകുശലം സുഖം ദുഃഖം എന്നുള്ള കൽപ്പന മനസ്സിൽ മനസ്സിൻ്റെ വ്യാപാരഭേദങ്ങളാകുന്നു. നിങ്ങളുടെ മനസ്സ് ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കയാൽ ലൗകിക സുഖദുഃഖങ്ങളെ സങ്കല്പിക്കുന്ന കർത്താവല്ലല്ലോ എന്ന് കൂടെ അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.